അസ്സലാമു അലൈക്കും. സൂറത്ത് സുഹ്റൂഫിലെ 67 നമ്മൾ എടുത്തു കഴിഞ്ഞല്ലേ? 68, 69, 73 വരെ ഓതുക. അഊദു ബില്ലാഹ് ഒരാൾ ഓതിക്കോളി, ആരെങ്കിലും ഓതിക്കോളി എന്ന് നോക്കിയോളി, സമയം പോവും. الذين آمنوا بآياتنا وكانوا مسلمين ادخلوا الجنة أنتم وأزواجكم تحبرون ഉദ്ഖുലുൽ ജന്നത എന്നാട്ടോ. ادخلوا الجنة أنتم وأزواجكم تحبرون يطاف عليهم بسحاب من ذهب وأكواب وفيها ما تشتهيه الأنفس وتلذ الأعين وأنتم فيها خالدون വതലസ്സുൽ അഅ്യുനു നാട്ടോ. അഅ്യുനു وأنتم فيها خالدون وتلك الجنة التي أورثتموها بما كنتم تعملون لكم فيها فاكهة كثيرة. കലന്റെ മുളാരി യദ്ഖുലുന. അപ്പോൾ അവസാനത്തെ മുമ്പുള്ള അക്ഷരത്തിന് ലൊമ്മാണെങ്കിൽ ഇവിടെ ഊ പറയും. അവസാനത്തെ അക്ഷരത്തിൻ്റെ മുമ്പ് കെസ്റാണെങ്കിൽ ഇവിടെ ഈ പറയും. അവസാനത്തെ അക്ഷരത്തിൻ്റെ മുമ്പുള്ള അക്ഷരത്തിന് ഫത ആണെങ്കിലും ഈ പറയും. ഉദാഹരണം, ലറബ യദ്രിബു എങ്ങനെ പറയണ്ടേ? ഈ ലിബ് കേട്ടോ. അവസാനത്തെ മുമ്പുള്ള അക്ഷരത്തിന് കെസ്റ് അല്ലേ? ആ റാൻ്റെ അക്ഷരം അറക്കത്ത് നോക്കാം, ലറബ യദ്രിബു. ഇനി ഫതഹ ഐ നിങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ എങ്ങനെ? ഇവിടെ ഫതഹ അല്ലേ, അപ്പോൾ ഇഫ്തഹ് അപ്പോഴും കെസ്റ്. ഒരു സ്ഥലത്ത് മാത്രമേ ലൊമ്മ കൊണ്ടുവരുള്ളൂ. ലൊമ്മ വരുമ്പോൾ മനസ്സിലായില്ലേ? അതാണ് അതിൻ്റെ സൂത്രം. ഇത് എത്ര അക്ഷരത്തിനുള്ളൂ? 3 അക്ഷരമുള്ള ക്രിയകൾക്ക് മാത്രമേ അങ്ങനെ നിയമമുള്ളൂ. 3ൽ കൂടിയാൽ കിയാസാണ്. അപ്പോൾ ഓതേണ്ടത് ഉദ്ഖുലുൽ ജന്നത അൻതും വഅസ്വാജുകും തുഹ്ബറൂൻ. അവിടെ തുഹ്ബറൂൻ നീട്ടി നിർത്തണം. 2 കദർ മതി. അങ്ങനെ ഓതാണെങ്കിൽ ഓതണ്ടേ എങ്ങനെയാന്നാ? വക്കാനു മുസ്ലിമീന ദുഖുലു. അപ്പം അംസക്ക് ഉച്ചാരണം ഉണ്ടാവില്ല. വക്കാനു മുസ്ലിമീന ദുഖുലു എന്നാണ് കൂട്ടി ഓതാണെങ്കിൽ. ഇനി അവിടെ മുസ്ലിമീൻ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യുകയാണെങ്കിൽ ഉദ്ഖുലു ഉദ്ഖുലുൽ ജന്നത അൻതും വഅസ്വാജുകും തുഹ്ബറൂൻ. പിന്നെ യുതാഫു അലൈഹിം, ആ മീമിന് എന്ത് ചെയ്യണം? അടുത്ത അക്ഷരം വരുന്ന ഏതാ? ബ. മീം സാക്കിനായ മീമിൻ്റെ ശേഷം ബ എന്ന അക്ഷരം വന്നാൽ എന്താ ചെയ്യേണ്ടത്? സാക്കിനായ മീമിൻ്റെ ശേഷം ബാ വന്നാൽ, നൂനിൻ്റെ ശേഷം ബാ വന്നാൽ എന്താ ചെയ്യുക? ഇഖ്ലാബ്. മീമിൻ്റെ ശേഷം ബാ വന്നാലോ യഖ്ഫ ആണ് ചെയ്യേണ്ടത്. ആണ് പ്രത്യേകം മനസ്സിലാക്കാനുള്ളത്. സാക്കിനായ മീമിൻ്റെ ശേഷം ബാ എന്ന അക്ഷരം വന്നാൽ യഖ്ഫ ചെയ്യണം. സാക്കിനായ നൂനിൻ്റെ ശേഷം ബാ വന്നാലോ ഇഖ്ലാബ് ചെയ്യണം. ഇഖ്ലാബ് പറഞ്ഞാൽ എന്നുള്ള നൂനിൻ്റെ ശബ്ദത്തെ മ് എന്നുള്ള ആ ശബ്ദമാക്കി എന്നുള്ള ശബ്ദമാക്കി മാറ്റാം. പിന്നെ അപ്പോൾ ഓതേണ്ടത് എങ്ങനെ? യുതാഫു അലൈഹിം ബിസ്ഹാഫ്. അവിടെ ബിസ്ഹാഫിൻ എന്ന് കസ്ർ തൻവീൻ കണ്ടില്ല നിങ്ങൾ? ആ തൻവീനിനെ അടുത്തയിലേക്ക് എന്ത് ചെയ്യണം? ഇദ്ഗാം ചെയ്യണം, മണിക്കും വേണം. അപ്പോൾ ഓതേണ്ടത് ബിസ്ഹാഫിൻ മിൻ. പിന്നെ ആ നൂനിനെ എന്ത് ചെയ്യണം? യഖ്ഫ ചെയ്യണം. മിൻ സഹബിൻ
യഖ്ഫ ചെയ്യണം. ബിൻ എന്നുള്ള കസ്റ് തൻവീൻ എന്ത് ചെയ്യണം? വീണ്ടും ഇദ്ഗാം ചെയ്യണം. അപ്പം മിൻ സഹബിൻ വ അക്വാബ്, നിങ്ങളവിടെ നിർത്തുകയാണെങ്കിൽ അക്വാബ് നീട്ടി നിർത്തണം. ഇനി നിർത്താതെ പോലാണ് ഉത്തമം. അപ്പം എങ്ങനെ ഓതണം? വ അക്വാബിൻ വ ഫീഹാ മാ തഷ്തഹീഹിൽ അൻഫുസ്, അവിടെ ആ നൂനിന് എന്ത് ചെയ്യണം? യഖ്ഫ ചെയ്യണം. അൻഫുസ് വ തലസ്സുൽ അഅയുൻ, അഅയുൻ അവിടെയും നിർത്താതിരിക്കലാണ് ഉത്തമം. അപ്പം എങ്ങനെ ഓതണം? വ തലസ്സുൽ അഅയുനു വ അൻതും ഫീഹാ ഖാലിദൂൻ, ഖാലിദൂൻ പിന്നെ നീട്ടി ഉച്ചരിക്കുക 4 മുതൽ 6 കതിർ വരെ. പിന്നെ വതിൽക്കൽ ജന്നത്തു, ആ നൂനിനെ ഇദ്ഗാം ചെയ്യുക. ജന്നത്തുല്ലതീ ഊരിസ്തുമൂഹ, തീ എന്നുള്ള യാഇനെ 4 മുതൽ 6 കതിർ വരെ നീട്ടുക. കാരണം മദ് മുൻഫസിലാണ്. ഊരിസ്തുമൂഹ അവിടെയും സാധാ പോലെ നീട്ടിയാൽ മതി. പിന്നെ ബിമാ കുന്തും, ആ നൂനിനെ എന്ത് ചെയ്യണം? യഖ്ഫ ചെയ്യണം. ബിമാ കുന്തും തഅമലൂൻ. പിന്നെ ലക്കും ഫീഹാ ഫാകിഹ, ലക്കും ഫീഹാ ഫാകിഹത്തുൻ കസീറത്തും മിൻഹ, ആ പിന്നെ ലമ്മ് തൻവീൻ എന്ത് ചെയ്യണം? ഇദ്ഗാം ചെയ്യണം. ഫാകിഹത്തുൻ എന്നുള്ള ലമ്മ് തൻവീനെ യഖ്ഫ ചെയ്യണം. മിൻഹാ തഅകുലൂൻ. എല്ലാവരും കൂടി ഒന്ന് ഓതിയൊക്കെയാണ് യാ ഇബാദി. എന്തെങ്കിലും തജ്വീദ് ഡൗട്ട്? അങ്ങനെയല്ല ഇങ്ങനെ എന്നെന്തെങ്കിലും ആർക്കും തോന്നുന്നുണ്ടോ? എന്തുണ്ടോ? ഓക്കെ, എന്നാ പറഞ്ഞോളി. തജ്വീദ് ഇല്ലല്ലോ. യാ ഇബാദി, നേരത്തെ നമ്മൾ അൽഅഖില്ലാഹു യൗമ ഇദിൻ ബാദുഹും ലിബാദിൻ അദുവ്വൻ ഇല്ലൽ മുത്തഖീൻ നമ്മൾ കഴിഞ്ഞ ആഴ്ച പഠിച്ചു. സുഹൃത്തുക്കൾ പരസ്പരം ശത്രുക്കളാണ് മുത്തക്കീങ്ങളൊഴികെ, ഭക്തന്മാരൊഴികെ. അതിനെ പറ്റിയുള്ള വിശദീകരണം ഏകദേശം നമ്മൾ പഠിച്ചു. ഇനി യാ ഇബാദി എന്താ അർത്ഥം? യാ എന്ന് പറഞ്ഞാൽ ഓ, യാ ഇബാദി എൻ്റെ അടിമകളെ, ലാ ഖൗഫുൻ യാതൊരു ഭയപ്പാടുമില്ല, അലൈക്കും നിങ്ങളുടെ മേൽ യാതൊരു ഭയപ്പാടുമില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല. അല്യവും ഇന്നത്തെ ഈ ദിവസം, വല അൻതും നിങ്ങളല്ല, തഹ്സനൂൻ ദുഃഖിക്കുന്നവരുമല്ല, അഥവാ ഇന്നത്തെ ദിവസം നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല, ദുഃഖിക്കേണ്ടതില്ല. അല്ലദീന ആമനു, ആരാണ് അടിയാന്മാർ എന്ന് പറഞ്ഞ യാ ഇബാദി എന്ന് പറഞ്ഞില്ലേ, അവരുടെ സ്വഭാവം പറയുക. അല്ലദീന ആമനു ബി ആയാത്തിന, നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിച്ചവരാണ് അവർ. അല്ലദീന എന്ന് പറഞ്ഞാൽ യാതൊരു കൂട്ടർ, ആമനു അവർ വിശ്വസിച്ചു, ബി ആയാത്തിന നമ്മുടെ ആയത്തുകളിൽ വിശ്വസിച്ചവരാണ് അവർ. വകാനു അവർ ആയിരുന്നു, മുസ്ലിമീൻ അള്ളാഹുവിന് കീഴൊതുങ്ങി ജീവിക്കുന്ന മുസ്ലിങ്ങളായിരുന്നു. ഉദ്ഖുലുൽ ജന്ന, അവരോട് അള്ളാഹു തആല ഇങ്ങനെ പറയും, ഉദ്ഖുലുൽ ജന്ന നിങ്ങൾ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുവിൻ. അൻതും നിങ്ങളും, വ അസ്വാജുക്കും നിങ്ങളുടെ ഇണകളും, തുഹ്ബറൂൻ ആഹ്ലാദഭരിതരായി നിങ്ങൾ ആ സ്വർഗത്തിൽ പ്രവേശിക്കുവിൻ എന്നവരോട് പറയും. യുത്താഫു അലൈഹിം ബിസ്ഹാഫിൻ
അവരെ വലയം ചെയ്ത് ചുറ്റിക്കൊണ്ടിരിക്കും, ചുറ്റി നടക്കപ്പെടും. ബിസ്ഹാഫിൻ, പ്ലേറ്റുകളുമായി, മിൻ ദഹബിൻ, സ്വർണത്താലുള്ള, വ അക്വാബിൻ, കോപ്പകളും, വഫീഹ, ആ സ്വർഗത്തിലുണ്ട്, മാ തഷ്തഹീഹിൽ അംഫുസു, മനസ്സുകൾ കൊതിക്കുന്നതെന്തോ അതവിടെയുണ്ട്. വ തലസുൽ അയുൻ, കണ്ണുകൾക്ക് ആനന്ദം നൽകുന്നതും അവിടെയുണ്ട്. വ അൻതും, നിങ്ങൾ, ഫീഹ ഖാലിദൂൻ, നിങ്ങളാവട്ടെ ആ സ്വർഗത്തിൽ നിത്യവാസികളാണ് താനും. വതിൽക്കൽ ജന്ന, ഈ പറഞ്ഞ ഈ സ്വർഗം, അല്ലത്തി ഊരിസ്തുമുഹ, ഇത് നാം അനന്തരമാക്കി കൊടുത്തിരിക്കുന്നു. ബിമാ കുൻതും തഅമലൂൻ, നിങ്ങൾക്കിത് അനന്തരമാക്കി തന്നത് നിങ്ങൾ പ്രവർത്തിച്ചതിൻ്റെ തളരും. അങ്ങനെ വരാം. ഇനി എൻ്റെ വരുമാനം വേറെ ഏതെങ്കിലും രൂപത്തിൽ കുറയാം, അല്ലെങ്കിൽ ബിസിനസ്സിന് എന്തെങ്കിലുമൊക്കെ മന്ദത ബാധിച്ചേക്കാം. ഇങ്ങനെ പലതും ബാധിച്ചുകൊണ്ട് എൻ്റെ വരുമാനത്തിന് നഷ്ടം വന്നേക്കാം. അവിടെയൊക്കെ മനുഷ്യൻ എന്തുണ്ടാവും? പിന്നെ പേടിയുണ്ടാവും. ഇനിയിപ്പോൾ ആരോഗ്യമുള്ള ഒരാൾ ദിവസങ്ങളിങ്ങനെ കഴിയുമ്പോൾ അവൻ്റെ സെല്ലുകൾ ഇങ്ങനെ ഓരോന്നോരോന്നായി കൊഴിഞ്ഞു പോയി പുതിയ സെല്ലുകൾ ഉൽപ്പാദിപ്പിക്കാത്ത ഒരു അവസ്ഥ വരുമ്പോൾ അവന് ദുർബലത വരും, അവന് പ്രതിരോധിക്കാൻ കഴിയാത്തൊരവസ്ഥ വരും. അപ്പോഴും അവൻ എന്തുണ്ടാവും? ഒരു പേടിയുണ്ടാവും. ഇത് ചുരുക്കി പറഞ്ഞാൽ ഐഹിക ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും സെക്കൻഡുകളും ഓരോ മനുഷ്യനും മുന്നോട്ട് പോകുന്നത് ഒരു തരത്തിലുള്ള പേടി, വെപ്രാളം, ദുഃഖം, ഇത്തരം വ്യതകൾ നിറഞ്ഞതാണ് മനുഷ്യൻ്റെ ഐഹിക ജീവിതം ആരെടുത്തു നോക്കിയാലും. അതുകൊണ്ടാണല്ലോ പ്രവാചകനായ മൂസാ നബി അലൈഹിസ്സലാം ആ മദിയിൽ നിന്ന് പുറത്തു വരുന്ന അവിടുന്ന് പുറത്തു വരുന്ന രംഗം എങ്ങനെ പറഞ്ഞത്? എങ്ങനെയാണ് ആയത്ത്? ഖറജ മിൻഹാ ഖായിഫൻ, ഭയപ്പെട്ടുകൊണ്ട്. അപ്പൊ പ്രവാചകനായ മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ ഉള്ളിലും എന്തുണ്ട്? ഒരു ഭയമുണ്ട്. ഫിർഔനെയും കൂട്ടരെയും ഒരു ഭയമുണ്ട്, അല്ലേ? ആലോചിച്ച് നോക്കൂ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നെ കാർമേഘം ഉരുണ്ടുകൂടുന്നത് കാണുമ്പോൾ മുന്നോട്ടും ബാക്കോട്ടും ഇങ്ങനെ നടക്കും. എന്നിട്ട് കുറേ വീടിൻ്റെ ഉള്ളിലേക്ക് കയറും. വീടിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ പുറത്തു വരും. എന്താ? ആയിഷാ ബീബി ചോദിക്കാണ്, എന്താ നിങ്ങൾ സാധാരണ കാണാത്ത ഒരു രൂപത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കണം? കുറേ മുന്നോട്ട് പോകും, പിന്നെ കുറേ മുന്നോട്ട് പോകും, ഇങ്ങനെ ഉള്ളിലേക്ക് കയറും, പിന്നെ പുറത്തേക്ക് തന്നെ വരും, പിന്നെ ഞങ്ങൾ മേപ്പോട്ട് നോക്കിയിട്ട് ഇങ്ങനെ എന്താ? ഞാൻ മേഘം കാണുന്നു. മേഘം കാണുമ്പോൾ എല്ലാവരും സന്തോഷിക്കലല്ലേ പ്രവാചകർ എന്ന് ചോദിക്കുമ്പോൾ മുൻ സമുദായത്തിന് ശിക്ഷയായി വന്നത് ഈ മേഘമാണ്. ഈ മേഘമാണ്. അപ്പം ആ മേഘം ഈ സമുദായത്തിന് ശിക്ഷയാണോ എന്ന ഭയപ്പാടാണ് ആ അപ്പം പ്രവാചകൻ എന്തുണ്ട്? ഭയം എന്ന് പറയുന്നത് ആ പ്രവാചകന്റെ മനസ്സിലും കടന്നു പോകുന്നുണ്ട്. അള്ളാഹുവിൻ്റെ ശിക്ഷ വരുമോ എന്നുള്ള. അപ്പം ഐഹിക ജീവിതം ഇത്തരത്തിലുള്ള ഭയത്താലും ഭീതിയാലും അതേപോലെ തന്നെ വ്യതയാലും ദുഃഖത്താലും ഒക്കെ പിന്നെ കെട്ടിപ്പിടിച്ച് കിടക്കുന്നതാണ് ഏത്? ഐഹിക ജീവിതം. അതോടൊപ്പം തന്നെ സന്തോഷം ഉണ്ടാവും. ആ സന്തോഷത്തോടൊപ്പം തന്നെ എന്തുണ്ടാവും? ദുഃഖം ഉണ്ടാവും, ദാരിദ്ര്യം ഉണ്ടാവും. ആ ദാരിദ്ര്യത്തോടൊപ്പം തന്നെ കുറച്ച് കഴിഞ്ഞാൽ എന്തുണ്ടാവും? ധന്യത വരും. നമ്മളിങ്ങനെ വിവാഹമൊക്കെ കഴിക്കും. വിവാഹം കഴിച്ചാൽ പിന്നെ അവിടെ ഒരു സന്തോഷം ഉണ്ടാവും. പിന്നെ കുട്ടികളുണ്ടാവും. ആ കുട്ടികളുണ്ടാകുമ്പോൾ നമുക്ക് സന്തോഷം. ആ കുട്ടിക്കൊരു പനി വരുമ്പോഴത്തേന് അടിക്കണം. ആ വാപ്പിമ്മിയും പറ്റഡസ്പായി, അല്ലേ? അങ്ങനെ ഐഹിക ജീവിതം ഒന്ന് കഴിഞ്ഞ് മറ്റൊന്നിനോടിങ്ങനെ മല്ലടിച്ചു കൊണ്ട് ഇക്കാരം ഐഹിക ജീവിതം പോണത്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്, യാ അയ്യുഹൽ ഇൻസാൻ, ഓ മനുഷ്യ, ഇന്നക കാദിഹുൻ ഇലാ റബ്ബിക്, നിന്റെ രക്ഷിതാവിൻ്റെ അടുത്തേക്ക് നീ അധ്വാനിച്ച് ഒന്നിനോട് മല്ലടിച്ചുകൊണ്ട് റബ്ബിൻ്റെ അടുത്തേക്ക് നീ പോകുകയാണ്. കദ്ഹൻ ഫമുലാക്കി, അങ്ങനെ അധ്വാനിച്ചു കൊണ്ട് മല്ലടിച്ച് ഒന്ന് കഴിഞ്ഞ് മറ്റൊന്നിനോട് മല്ലടിച്ചുകൊണ്ട് ആ റബ്ബിനെ കണ്ടുമുട്ടാൻ പോകുന്നവനാണ് നീ എന്ന് അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പം ഒന്ന് കഴിഞ്ഞാൽ മറ്റൊന്നിനോട് ഇങ്ങനെ മല്ലടിച്ച്, അത് കഴിഞ്ഞാൽ മറ്റേനോട് മല്ലടിച്ച്, അവസാനം മരണം. ആ മരണം കഴിഞ്ഞാൽ അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ പോകുന്നവനാണ് മനുഷ്യൻ. ഇതാണ് ദുനിയാവിലെ ജീവിതം. അപ്പം പേടിയും ഭയവും വെപ്രാളവും ഒക്കെ നിറഞ്ഞതാണ് ഇത് ഐഹിക ജീവിതം എന്ന് പറഞ്ഞാൽ. ഇനി ദുനിയാവിൽ എല്ലാ സൗകര്യവും കിട്ടി. നമ്മളിപ്പോൾ ഒരു സൗകര്യം, സുഖം, സൗഖ്യം എന്ന് പറയുന്ന എല്ലാ അനുഗ്രഹവും ആ ദുനിയാവിൽ കിട്ടി എന്ന് തന്നെ കൂട്ടുക.
അങ്ങനെ ആണെങ്കിൽ തന്നെ അയാൾക്ക് ധാരാളം സമ്പത്തുണ്ട്, അയാൾക്ക് എല്ലായിടത്തും പറഞ്ഞാലും സുരക്ഷിതത്വമുണ്ട്, അയാളെ നോക്കാൻ ഒരുപാട് പട്ടാളക്കാരുണ്ട്. ഇങ്ങനെ എല്ലാവിധ സമ്പുഷ്ടിയും പിന്നെ എല്ലാം ദുനിയാവിൽ എന്തൊക്കെ ഉണ്ടോ അതൊക്കെ അയാൾക്ക് കിട്ടിയാലും ആ മനുഷ്യൻ്റെ മനസ്സിലും ഒരു ചെറിയ ഉൾപ്പേടി ഉണ്ടാവും അല്ലേ? അല്ലാഹ് ഈ സുരക്ഷിതത്വവും ഈ ആൾ വലയവും ഈ സമ്പത്തും ഈ കൊട്ടാരവും ഈ തോട്ടവും ഈ ബാങ്ക് അക്കൗണ്ടും ഈ കാണുന്ന രാജാധിപത്യവും ഒക്കെ വിട്ടേച്ച് ഒരു മയ്യത്ത് കാണുമ്പോൾ അയാൾക്ക് പേടിയാ, ഇതേപോലെ ഞാനും പോവേണ്ടി വരുമല്ലോ, ഇതേപോലെ എന്നെയും ആ മയ്യത്തും കട്ടിലിൽ വഹിച്ചു പോകുമല്ലോ ഈ സൗകര്യമൊക്കെ ഉള്ള ഞാൻ എന്ന ഒരു ഭയം അയാൾക്കും ഉണ്ടാവും. അപ്പൊ ദുനിയാവ് എന്താണ്? ഭയങ്ങളെ കൊണ്ട് നിറഞ്ഞതാണ് എന്ന അല്ലാഹ് പറയാ. ഇങ്ങനെ ഒരു ഭയം എവിടെ ഉണ്ടാവില്ല? നാളെ സ്വർഗലോകത്ത് ചെല്ലുമ്പോൾ അവിടെ ആ രൂപത്തിലൊരു ഭയമേ ഇല്ല. നമ്മുടെ ജീവിതത്തിന്, യഥാർത്ഥ ജീവിതത്തിന്, നല്ല ജീവിതത്തിന് കളങ്കം വരുത്തുന്ന ചെതലാണ് യഥാർത്ഥത്തിൽ നമ്മുടെ മനസ്സിലുള്ള ഭയം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്മളെ ദുഃഖം, അത് രണ്ടും ഇല്ലെങ്കിൽ നമ്മൾ എത്ര സന്തോഷവാന്മാരായിരിക്കും. ഈ ഭയവും ദുഃഖം ഉണ്ടാകുമ്പോഴാണ്, അതാണ് നമ്മുടെ ജീവിതത്തിന് ഒരു മുള്ളുംകെട്ടായി, വേലിക്കെട്ടായി, കുപ്പിച്ചെല്ലായി നമ്മുടെ മുന്നിലുള്ളത്. ഏത് രംഗം നിങ്ങളങ്ങ് എടുത്തു, ജോലിയാവട്ടെ, ആരോഗ്യമാവട്ടെ, മറ്റേതെങ്കിലും പ്രവർത്തനമാവട്ടെ, നമ്മുടെ വീട് പിന്നെ കൈകാര്യം ചെയ്യലാവട്ടെ, അവിടെയൊക്കെ ആ സുഖം, നല്ല ജീവിതം എന്നതിന് മുള്ളുംകെട്ടായി നിൽക്കുന്നത് ഈ ഭയമാണ്. അല്ലെങ്കിൽ എന്തോ ഒരു കിട്ടാത്ത കാര്യത്തിലുള്ള ദുഃഖമാണ് അല്ലേ? ഖൗഫ് എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം എന്താ? ശരിക്കും അതിൻ്റെ അർത്ഥം മനുഷ്യന് ഭാവിയിൽ ഒരു കാര്യം കിട്ടൂലേ, ഭാവിയിൽ അങ്ങനെ സംഭവിക്കൂലേ എന്ന ആ തോന്നലാണേത് ഭയപ്പാട് എന്ന് പറയുന്നത്. എന്നാൽ ദുഃഖം എന്നറിയണതോ, ഹുസ്ന് എന്നറിയണതോ കഴിഞ്ഞു പോയ ഒരു സംഗതിയെ പറ്റിയായിരിക്കും. എന്ത് പാസ്റ്റിൽ അഥവാ പിന്നെ ഭൂതകാലത്ത് കഴിഞ്ഞു പോയ ഒരു സംഗതിയെ പറ്റിയായിരിക്കും ദുഃഖം ഉണ്ടാവുക. അതെനിക്ക് കിട്ടിയില്ലല്ലോ, അല്ലെങ്കിൽ ഞാൻ ഓനന്ന് അങ്ങനെ പറഞ്ഞല്ലോ, ഇനിയിപ്പോൾ പടച്ചോനെ സൃഷ്ടിക്കോ, ഇങ്ങനെയൊക്കെയുള്ള ഒരു മുത്തക്കിയാണെങ്കിൽ അങ്ങനെ ഒരു ദുഃഖം ഉണ്ടാവും. അപ്പം ഈ രൂപത്തിൽ ദുഃഖവും എവിടെ ഉണ്ടാവില്ല? നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ ഉണ്ടാവില്ല. അതേപോലെ ഭയവും എവിടെ ഉണ്ടാവില്ല? ആ പരലോകത്ത്, പിന്നെ ആ സ്വർഗത്തിലുണ്ടാവില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് അല്ലാമ ബഗ്വി പറയാണ്, അദ്ദേഹത്തിൻ്റെ തഫ്സീർ കാണാം, അന്ത്യനാളിൽ ജനങ്ങളെല്ലാം അല്ലാഹു തആല പുനർജീവിപ്പിക്കപ്പെടുമ്പോൾ അന്ന് എല്ലാവരും ഭയപ്പെട്ടിരിക്കും എന്നുള്ള. ആ സമയത്ത് ഒരാൾ വന്നിട്ടിങ്ങനെ സന്തോഷ വാർത്ത അറിയിക്കണ ഒരാളിങ്ങനെ വിളിച്ചു പറയും, യാ ഇബാദി ലാ ഖൗഫുൻ അലൈക്കുമുൽ യൗമ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ആയത്ത് ഓതുന്ന മഹാനായ ഖുർത്തുബിയുടെ തഫ്സീറിലുള്ളത്, ആ കിയാമത്ത് നാളിൻ്റെ മുറ്റത്ത്, അന്ത്യനാളിൻ്റെ ആ അറസ്വാത്ത് എന്ന് പറയും, ആ മുറ്റത്ത് നമ്മളിങ്ങനെ ആ മൈതാനത്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരാൾ വന്നിട്ട് വിളിച്ചു പറയും, യാ ഇബാദി ലാ ഖൗഫുൻ അലൈക്കുമുൽ യൗമ വലാ അൻതും തഹ്സനൂൻ എന്ന ആയത്ത് ഓതുമ്പോൾ പിന്നെ ആ അള്ളാഹുവിൻ്റെ മുമ്പിൽ നിൽക്കുന്ന ആളുകളൊക്കെ ഇങ്ങനെ തല ഉയർത്തും എന്നുള്ളതാണ്. അവരെ തല ഉയർത്തി. പിന്നെ അടുത്ത ആയത്ത് ഓതും, അല്ലദീന ആമനൂ ബി ആയാത്തിന വകാനു മുസ്ലിമീൻ എന്ന ആയത്ത് ഓതുമ്പോൾ പിന്നെ മറ്റ് മതസ്ഥരായ ആളുകളൊക്കെ, മുസ്ലിങ്ങളല്ലാത്ത ആളുകളൊക്കെ തല താഴ്ത്തും എന്നുള്ളതാണ്. മൂന്നാമത്തെ ആയത്ത് ഓതുമ്പോൾ കിബറൊക്കെ ഉള്ള ആളുകൾ എന്ത് ചെയ്യും? അവരെ തല താഴ്ത്തും എന്നുള്ളതാണ്. മറ്റൊരെന്ത് ചെയ്യും? മുസ്ലിങ്ങളായ ആളുകൾ തല ഉയർത്തി നിൽക്കുന്ന ഒരു രംഗമാണേത് അല്ലാഹു സുബ്ഹാനഹു വ തആല അന്ത്യനാളിൽ ഈ ആയത്ത് ഓതുമ്പോൾ എന്ന് പിന്നെ മുഫസ്സിറുകൾ വിവരിക്കുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ ആലോചിച്ച് നോക്കുങ്ങൾ, ഇങ്ങനെ ഇപ്പോൾ എല്ലാ സുഖമുള്ള ഒരാൾ, അയാൾ സ്വർഗത്തിലെത്തിയാൽ ഈ ദുനിയാവിലെ ആ സുഖസൗകര്യമാണോ അയാൾക്ക് വലുത്? അതല്ല പരലോകത്തെ സുഖസൗകര്യമാണോ അയാൾക്ക് വലുത്? അയാൾക്ക് ഏറ്റവും വലുത് എല്ലാ സുഖസൗകര്യങ്ങളുള്ള ഒരാൾ മരിച്ച് പരലോകത്തെത്തിയാൽ അയാൾ വിശ്വാസിയാണ്, എല്ലാം കൊണ്ടും അയാൾ നല്ലവനാണ്. അങ്ങനെയുള്ള ഒരു മനുഷ്യനായാലും അവൻ ആഗ്രഹിക്കുകയും കൊതിക്കുകയും ചെയ്യുന്നതും എന്താണ്? ആ സ്വർഗമാണെന്നാ ഓന് തോന്നുക. ഉമ്മയുടെ ആ ഇടുങ്ങിയ ഗർഭപാത്രത്തിൽ നിന്ന് ദുനിയാവിലേക്ക് വന്നപ്പോൾ എത്ര വിശാലമാണ്,
ഇതേപോലെയാണ് മരിച്ച് ഈ ഭൂമിയിൽ നിന്ന് നാളെ പരലോകത്തേക്കാണ്ട് ചെല്ലുമ്പോൾ ഈ ഗർഭപാത്രത്തിൽ നിന്ന് ഭൂമിയിൽ വന്നപ്പോൾ എന്തോ ഒരു പ്രതീതിയാണ്, അതിനേക്കാൾ വലിയ പ്രതീതിയാണ് ആ പരലോകത്ത് ചെല്ലുമ്പോൾ, മരിച്ച് പരലോകത്ത് ചെല്ലുമ്പോൾ ഒരു വിശ്വാസിയായ മനുഷ്യനുണ്ടാകുക എന്നത് മുഫസ്സിറുകൾ വിവരിക്കണ കാണാം. അപ്പം ചുരുക്കി പറഞ്ഞാൽ ദുനിയാവിൽ എത്ര ആരോഗ്യവും എന്ത് സുഖസൗകര്യവും എത്ര നല്ല ഭക്ഷണവും എത്ര നല്ല വീടും ആഡംബര വാഹനവും ഇതൊക്കെ ഉണ്ടായാലും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് ഏറ്റവും നല്ലത് മഹത്തരമായിട്ടുള്ളത് സ്വർഗമാണ്. അതാണ് ഏറ്റവും വലിയ വിജയം, അതാണ് യഥാർത്ഥ വിജയം. ദുനിയാവിലും പരലോകത്തിലും അവന് നല്ലത് ആ സ്വർഗമാണ്. ദുനിയാവിലൊരു സ്വർഗമുണ്ട് എന്നാ, പരലോകത്തും ഒരു സ്വർഗമുണ്ട്. അപ്പം ആ സന്ദർഭത്തിലാണ് അള്ളാഹു സുബ്ഹാനഹു വതആല എന്ത് പറയണത്? യാ ഇബാദി ലാ ഖൗഫുൻ അലൈക്കുമുൽ യൗമ വലാ അൻതും തഹ്സനൂൻ. ആദ്യം പറഞ്ഞ് ഭയപ്പെടേണ്ടതില്ല, പിന്നെ പറഞ്ഞെന്താ? ദുഃഖിക്കേണ്ടതില്ല. ഇനിയിപ്പോൾ ഭയപ്പെടാനൊന്നുമില്ലെങ്കിലും മനുഷ്യൻ മരിച്ചങ്ങോട്ട് പോകുമ്പോൾ എന്തുണ്ടാവും? ഒരു ചെറിയ ദുഃഖമൊക്കെ ഉണ്ടാവും. കാരണം എൻ്റെ ചെറിയ കുട്ടികളെയും വിട്ടേച്ചാണല്ലോ ഞാൻ പോണത്, അല്ലേ? അല്ലെങ്കിൽ അംഗവൈകല്യമുള്ള എൻ്റെ മോളെയും വിട്ടേച്ചാണല്ലോ ഞാൻ പോണത്, അല്ലെങ്കിൽ എൻ്റെ പ്രായമായ മാതാവും പിതാവും കട്ടിലിൽ കിടക്കുകയാണല്ലോ, അവരെ ഒഴിവാക്കിക്കൊണ്ടാണല്ലോ ഞാൻ പോണത് എന്നെങ്കിലും ഒരു വിശ്വാസിക്കൊരു ദുഃഖം. അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യണ്ട? ദുഃഖിക്കേണ്ടതില്ല എന്നതാണ് അള്ളാഹു സുബ്ഹാനഹു വതആല അതിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇനി അടുത്ത ആയത്ത് നോക്കി. അല്ലദീന ആമനു, ഈ സ്വർഗത്തിൽ അവർക്ക് ഭയപ്പെടേണ്ടതില്ല ദുഃഖിക്കേണ്ടതില്ല എന്ന് പറയാനുള്ള കാരണം എന്താ? അല്ലെങ്കിൽ ആ സ്വർഗം ലഭിക്കാനുള്ള കാരണം എന്താ? അല്ലദീന ആമനു ബി ആയാത്തിന, നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിച്ചവരായിരുന്നു അവർ. പിന്നെ പറയണെന്താ? വക്കാനു മുസ്ലിമീൻ, അവർ മുസ്ലിമായി ജീവിച്ചവരും ആയിരുന്നു, മുസ്ലിങ്ങളുമായിരുന്നു എന്നുള്ളതാണ്. എന്താ ആയത്തുകളിൽ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുക എന്ന് പറയുന്നത്? എന്തിനാ അള്ളാഹുവിൽ വിശ്വസിക്കുക എന്ന് പറയാതെ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞത് എന്താ? അത് കുറച്ചുകൂടി വിശാലമാണ്. എങ്ങനെ വിശാലം? ആയത്തുകൾ എന്ന് പറയുമ്പോൾ ഖുർആനിൻ്റെ ആയത്തുകളുണ്ട്, പ്രാപഞ്ചിക ദൃഷ്ടാന്തങ്ങളുണ്ട്, അത് ആയത്തുകളാണ്. അള്ളാഹുവിൻ്റെ സൃഷ്ടി, ഓരോ തരത്തിലുള്ള സൃഷ്ടിപ്പ് നാം കാണുന്നുണ്ട്, അതും ദൃഷ്ടാന്തങ്ങളാണ്. അപ്പോൾ പ്രാപഞ്ചിക ദൃഷ്ടാന്തങ്ങളുണ്ട്, ഖുർആനിൻ്റെ വേദഗ്രന്ഥങ്ങളിലെ ആയത്തുകളുണ്ട്. ഇത്തരത്തിലുള്ള അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പ്, നാം കാണുന്ന ഒരുപാട് കാഴ്ചകൾ, ഇതൊക്കെ ദൃഷ്ടാന്തങ്ങളാണ്. ആ ദൃഷ്ടാന്തങ്ങളൊക്കെ അള്ളാഹു തആല നമുക്ക് ഇങ്ങനെ കാണിച്ചു തരാം. ഓരോ നിമിഷവും ഓരോ സെക്കൻഡിലും ഓരോ മനുഷ്യനും അള്ളാഹുവിൻ്റെ ഓരോ ദൃഷ്ടാന്തങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെന്നാ. പക്ഷേ ഓൻ എന്തുണ്ടാവില്ല, ഓനെ ചിന്തയിലേക്ക് വരൂല, അല്ലേ? ഏത് സംഗതി എടുത്താലും അതിലൊക്കെ അള്ളാഹുവിൻ്റെ കുതിരത്ത് നാം കാണും. എന്തുങ്ങൾ എടുത്തു നോക്കി. ഞാനിപ്പം ഈ കൈ ഇങ്ങോട്ട് അനക്കണമെങ്കിൽ എത്ര വലിയ അള്ളാഹുവിൻ്റെ കാരുണ്യം ഇതെനിക്ക് കിട്ടണം, തൗഫീക്ക് കിട്ടണം, അല്ലെങ്കിൽ കൈ അനക്കാൻ പറ്റുമോ? നിങ്ങളൊന്ന് ആലോചിക്ക്. ചെറിയൊരു കൊച്ചു തല, ആ തലൻ്റെ ഉള്ളിൽ എന്തൊക്കെയുള്ളത്? ശാസ്ത്രലോകത്തിന് ഇന്നേ വരെ എത്തിയും പിടിയും കിട്ടാത്ത 80% ഇന്നും എന്തൊക്കെ അതിൻ്റെ ഉള്ളിലുള്ളതെന്ന് അറിവില്ല. ബാക്കിയൊരു 20-25% മാത്രമേ ഇന്നും ശാസ്ത്രലോകം കണ്ടുപിടിച്ചിട്ടുള്ളൂ, അല്ലേ? ആ തലച്ചോറ് അല്ല, ഒന്നാട് പോയാൽ മറ്റു കത്തുന്നുണ്ടല്ലോ നിങ്ങൾ ചില സ്ഥലത്തൊക്കെ. എന്ത് ഫേസ് ആവട്ടെ, ഇപ്പം ഏകദേശം നിങ്ങൾക്ക് പിടുത്തം കിട്ടിയില്ലേ? അള്ളാഹു സുബ്ഹാനഹു വതആല ഇതേപോലെ നമ്മളെ തലച്ചോറ് നിശ്ചയിച്ചിട്ടുണ്ട്. പക്ഷേ തലച്ചോറിൻ്റെ ഒരു ഭാഗം മുഴുവൻ അങ്ങോട്ട് ഓഫായാലോ? ഇപ്പം വലത്തെ ഭാഗം ഓഫായാൽ ഇടത്തെ ഭാഗം ചലിക്കൂല, അങ്ങനെക്കും, അല്ലേ? അതിനാണ് സ്ട്രോക്ക് എന്ന് പറയുന്നത്. ഇടത്തെ ഭാഗം വലത്തെ ഭാഗം പിന്നെ ചലനം ഉണ്ടാവില്ല. അപ്പോൾ വലത്തെ ഭാഗം സ്ട്രോക്കായി എന്നാ പറയാം. അപ്പോൾ ആലോചിച്ച് നോക്കി നിങ്ങൾ, പെട്ടെന്ന് ഇത്ര സമയത്തിൻ്റെ ഉള്ളിൽ അത് എത്തിക്കേണ്ടടുത്ത് എത്തിച്ചാൽ ചിലപ്പോൾ ഒന്ന് വർക്ക് ചെയ്യാൻ പറ്റും, ഒന്ന് ലൈറ്റ് കൊടുത്താൽ വർക്ക് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് എത്തിക്കണം എന്നൊക്കെ ഇവർ പറയില്ലേ, ഒരു ടൈമുണ്ട്. ആ ടൈം കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആലോചിച്ച് നോക്കി നിങ്ങൾ. ഞാൻ ഇപ്പോൾ എന്തിനാണ് പറഞ്ഞത്? ഈ തലച്ചോറിൻ്റെ ആ സംവിധാനം തന്നെ മഹാ അത്ഭുതമാണ്.
ഇങ്ങനെ മനുഷ്യൻ്റെ ഓരോ അവയവം, അവൻ്റെ കണ്ണ്, കാത്, മൂക്ക് ഒന്നും വേണ്ട, ആ ചെവിക്കകത്തൊരു ചെറിയ ദ്രാവകല്ലേ അല്ലേ, അതങ്ങോട്ട് വറ്റിപ്പോയാലോ, കുറേ പ്രായമാകുമ്പോൾ വറ്റിപ്പോവും. ആ വറ്റിപ്പോയാൽ എന്താ ഉണ്ടാവുക? ബാലൻസ് കിട്ടൂല. ഞാൻ ഉണ്ടാവും ഇങ്ങനെ അടിച്ച പടപട പറഞ്ഞാട് വീകണേ അല്ലേ, അവസാനം എൻ്റെ തലയൊക്കെ പപ്പടം പൊട്ടും പോലെ അവിടെ പൊട്ടും. അങ്ങനെയൊക്കെ ഒരുപാട് കേസ് ഉണ്ടല്ലോ. നിങ്ങൾ ഒരു പ്രത്യേക അവസ്ഥ പ്രായമായ വരാൻ പോകുന്നതാണ്. അതൊക്കെ ആലോചിച്ച് നോക്കിയ നിങ്ങൾ. എന്താ ഇപ്പം ഇന്നലെ വരെ അയാൾ പീടികയിലൊക്കെ പോയിന്, ഇന്ന് അവിടെ പോയപ്പോൾ വീണോലോ എന്ന് പറയും. അപ്പോൾ ചെറിയ കാരണമാണ്, നമുക്ക് കണ്ടെത്താൻ പറ്റൂല അല്ലേ. അപ്പോൾ ആലോചിക്കൂ, അള്ളാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ ഓരോ കാര്യങ്ങളും. ഇന്നിപ്പം ഞാൻ തന്താമ്പരലുമല്ല അവിടെ വരെ ഓടും, തിരിച്ചും ഓടും. പക്ഷേ ആ വെള്ളം അങ്ങോട്ട് പോയാലോ, ആ ദ്രാവകം ബാലൻസിനുള്ള വെള്ളം അങ്ങ് പോയാലോ, ആ അടുക്കണ് ഓടാൻ കഴിയോ? ഇല്ല. അപ്പം ഇത് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ, പ്രാപഞ്ചിക ദൃഷ്ടാന്തങ്ങൾ മനുഷ്യന് അള്ളാഹു നൽകിയിട്ടുള്ള ഒരുപാട്, ഓരോ കാര്യത്തിലും റബ്ബിൻ്റെ കുദറത്ത് കണ്ടെത്താനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അതാണ് ആയത്ത് എന്ന് പറയാൻ കാരണം. അള്ളാഹുവിലുള്ള വിശ്വാസം, മലക്കുകളിലുള്ള വിശ്വാസം എന്ന് പറയാതെ അതൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിലൂടെ കടന്നു ചെന്നുകൊണ്ടാവണം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? അള്ളാഹനെ മനസ്സിലാക്കേണ്ടത്. അള്ളാഹനെ മനസ്സിലാക്കിയിട്ടാണ് അള്ളാഹുവിനെ വിശ്വസിക്കേണ്ടത്. നമ്മളിപ്പോൾ അങ്ങനെ തന്നെയല്ലേ. ഞാൻ ഇപ്പം മുഹ്സിൻ ആരാ എന്ന് ശരിക്കും എൻ്റെ കൂടെ കിടന്നുറങ്ങി മനസ്സിലാക്കുമ്പോഴാണ് ഞാൻ ഓനെ സ്നേഹിക്കുക. അല്ലെങ്കിലോ ആ ഡ്യൂപ്ലിക്കേറ്റ് സ്നേഹമാവും. ഓനെ ശരിക്കും അറിയുമ്പോഴാണ് ഓൻ എൻ്റെ കൂട്ടുകാരനാണ് എന്ന് ഞാൻ ഓനെ സ്നേഹിക്കുക അല്ലേ, ഓൻ ആദരിക്കുക. അല്ലെങ്കിലോ അത്ര ഉണ്ടാവില്ല. ഇതേപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കഴിവ്, കുദറത്ത്, അളമത്ത് അത് മനസ്സിലാക്കിക്കൊണ്ടാവുമ്പോഴാണ് അള്ളാഹുവിനെ സ്നേഹിക്കാൻ ഒരു മനുഷ്യന് സാധിക്കുക, അള്ളാഹുവിനെ ബഹുമാനിക്കാൻ, അല്ലെങ്കിൽ അള്ളാഹു പറഞ്ഞ കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്താൻ. ആ സ്നേഹം ഉണ്ടാവുമ്പോഴേ ആ പറഞ്ഞ ആളെ നമ്മൾ കേൾക്കുള്ളൂ. സ്നേഹമില്ലെങ്കിൽ എന്തുണ്ടാവില്ല? കേൾക്കൂല. കേൾക്കുമോ? ഇല്ല. എന്തുകൊണ്ടാ ബാപ്പ പറഞ്ഞ കുട്ടികൾ കേൾക്കണത്? പിതൃത്വം എന്ന ആ സ്നേഹം, ആ കമ്പിയാണ് അല്ലേ. കുട്ടികൾ പറഞ്ഞ ബാപ്പയും മാതാവും കേൾക്കണെന്താ? എൻ്റെ കുട്ടി എന്നുള്ള ആ സ്നേഹ കമ്പിയാണ്. അതങ്ങോട്ട് അറ്റുപോയാലോ? അറ്റുപോയാണ്ടാവോ? ഇല്ല. പിന്നെ ഏടാപോടയാവും. ആലോചിച്ച് നോക്കിയ നിങ്ങൾ. അപ്പം അതുണ്ടാവണമെങ്കിൽ ആരാവണം? എൻ്റെ വാപ്പ ആരാണ് എന്ന് കുട്ടിക്ക് മനസ്സിലാവണം. എൻ്റെ കുട്ടി ആരാണ് എന്ന് പിതാവ് മനസ്സിലാക്കണം. അപ്പം അറിവ്, മഅരിഫത്ത് വേണം യഥാർത്ഥത്തിൽ സ്നേഹം ഉണ്ടാവണമെങ്കിൽ. അങ്ങനെ മഅരിഫത്ത് ഉണ്ടാകുമ്പോഴേ നമുക്ക് അള്ളാഹുവിൽ വിശ്വസിക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് അല്ലദീന ആമനു ബി ആയാത്തിന, ഒരായത്തല്ല ധാരാളക്കണക്കിന് ആയത്തുകൾ, പ്രാപഞ്ചിക ദൃഷ്ടാന്തങ്ങൾ, സൂര്യൻ, ചന്ദ്രൻ, ഭൂമി, ആകാശം, ആറുകൾ, പുഴകൾ, കടലുകൾ തുടങ്ങി ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ. അതിനൊക്കെ പറ്റി ഇങ്ങനെ ചിന്തിക്കുമ്പോൾ അതിലൊക്കെ ഇങ്ങനെ പാറിപ്പറന്ന് നടക്കുന്ന ഒരുപാട് പറവകൾ, ഒരുപാട് മത്സ്യങ്ങൾ, ജന്തുജാലങ്ങൾ, ഒരുപാട് അത്ഭുത ജീവികൾ, ഇതിനൊക്കെ ഇങ്ങനെ ചിന്തിക്കുമ്പോൾ റബ്ബിൻ്റെ അപാരമായ കുദറത്ത് ആ മനുഷ്യൻ്റെ തലച്ചോറിലായിട്ട് ഉറക്കും. അങ്ങനെ ഉറച്ചു കഴിഞ്ഞാൽ ആ വിശ്വാസത്തെ പിന്നെ പൊട്ടിച്ചു കളയാൻ ഒരു മനുഷ്യനും സാധിക്കൂല എന്നുള്ള. അങ്ങനെ വിശ്വസിക്കാനാണ് അല്ലദീന ആമനൂബി ആയാത്തിന. പിന്നെ പറയാ വഖാനു, വിശ്വാസം മാത്രം പോരാ, വഖാനു മുസ്ലിമീൻ. എന്താ മുസ്ലിം എന്ന് പറഞ്ഞാൽ? അസ്ലമ എന്ന് പറഞ്ഞ വാക്കെന്താ? ഇസ്തിസ്ലാം എന്ന വാക്കിൽ നിന്നാണ് അതുണ്ടാണ്. ഇസ്തിസ്ലാം എന്ന് പറഞ്ഞാൽ റബ്ബിന് കീഴൊതുങ്ങി റബ്ബിൻ്റെ കൽപ്പനകൾ, അവാമിറുകൾ ജീവിതത്തിൽ പകർത്തി അത് കൊണ്ടുവന്ന് അള്ളാഹ് വിരോധിച്ചത് അത് വെടിഞ്ഞ് അങ്ങനെ റബ്ബിന് താഅത്ത് ചെയ്തുകൊണ്ട് ജീവിക്കണ മനുഷ്യനാണ് എന്ത് പറയാ? മുസ്ലിം. അങ്ങനെ മുസ്ലിമായി ജീവിക്കുകയും വിശ്വാസവും മുസ്ലിമായി ജീവിക്കുകയും ചെയ്തവർക്കാണ് എന്തുള്ളത്? ആ സ്വർഗമുള്ളത്. ആ സ്വർഗവാസികളെയാണ് അല്ലാഹു തആല എന്ത് വിളിക്കുന്നത്? യാ ഇബാദി ലാ ഖൗഫുൻ അലൈക്കുമുൽ യൗമ വകാനു എന്താണ് വലാ അൻതും തഹ്സനൂൻ എന്ന് അല്ലാഹു തആല പറഞ്ഞിട്ട്. അടുത്ത് നോക്കൂ നിങ്ങൾ, ഉദ്ഖുലുൽ ജന്ന. ഈ ആളുകളോട്, ഇങ്ങനെ വിശ്വാസികളായ മുസ്ലിങ്ങളായ ആളുകളോട് അല്ലാഹു പറയുമെന്ത്? ഉദ്ഖുലുൽ ജന്ന, നിങ്ങൾ സ്വർഗത്തിലേക്കും കടന്നു വരുവിൻ, പ്രവേശിക്കുവിൻ. അൻതും, നിങ്ങൾ മാത്രമല്ല, നിങ്ങളും വഅസ്വാജുക്കും, നിങ്ങളുടെ ഇണകളും, തുഹ്ബറൂൻ, ആഹ്ലാദ ഭരിതരായി, സന്തോഷത്തോടു കൂടി. നമ്മൾ സന്തോഷത്തിന് എന്താ പഠിച്ച്? ഫറഹ അല്ലേ? ഫറഹ്. എന്താ ഈ ഫറഹും പിന്നെ തുഹ്ബറൂൻ എന്ന് പറയുന്നത്? തഫ്രഹൂൻ എന്ന് പറഞ്ഞാൽ പോരെ?
എന്താണ് തുഹ്ബറു എന്ന് പറഞ്ഞിടത്തും ഫറഹ് എന്ന് പറഞ്ഞിടത്തും ഉള്ള വ്യത്യാസം എന്താ വ്യത്യാസം? ഫരിഹീൻ എന്നുണ്ട്, തഫ്രഹൂൻ എന്നുണ്ട്, തുഹ്ബറൂൻ എന്നുണ്ട്. എന്താണ് വ്യത്യാസം? വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഫറഹ് എന്ന് പറയുമ്പോൾ ചിലപ്പം ആ സന്തോഷം മനസ്സിലൊതുങ്ങും. അത് മനുഷ്യൻ്റെ മുഖത്തും അതേപോലെ കണ്ണിലൊന്നും കാണൂല. എന്നാൽ നാളെ സ്വർഗലോകത്ത് വന്നിട്ട് ഒരു വിശ്വാസി അള്ളാഹുവിനോട് കാണുമ്പോൾ അതിൻ്റെ ആധാറുകൾ അവൻ്റെ കണ്ണിലും അവൻ്റെ മുഖത്തും അത് വ്യക്തമായി കാണുന്നു. നമുക്ക് അമിതമായ സന്തോഷം ഉണ്ടാകുമ്പോൾ എന്തുണ്ടാവും? ഇന്ന് വളരെ ഹാപ്പിയാണെന്ന് എപ്പോഴാണ് പറയാം? എങ്ങനെ ഇപ്പം ഞാൻ കടന്നു വന്ന ഇയാളിപ്പം ഇന്ന് ഹാപ്പിയിലാണെന്ന് എങ്ങനെ പറയണേ? അയാളെ മുഖം അല്ലേ, ഇന്നലെ കണ്ട മുഖമല്ല, അയാളെ കണ്ണിന് മാറ്റമുണ്ട്, മുഖത്തിന് മാറ്റമുണ്ട് അല്ലേ? അതുണ്ടാകുമ്പോഴാണ് ആ സന്തോഷത്തിൻ്റെ ആധാറുകൾ, ഇങ്ങനെയാണ് അറബി പറഞ്ഞത്, ആ സന്തോഷത്തിൻ്റെ ഫറഹിൻ്റെ ആധാറുകൾ കണ്ണിലൂടെയും മുഖത്തിലൂടെയും വ്യക്തമായി കാണുന്ന അവസ്ഥക്കാണെന്ന് പറയുന്നത് തുഹ്ബറൂൻ. നാളെ സ്വർഗലോകത്തേക്കൊരു മനുഷ്യനങ്ങ് കടന്നു ചെല്ലുമ്പോൾ അവിടെ കാണുന്ന ഒരുപാട് സുഖാനുഗ്രഹങ്ങൾ ഇങ്ങനെ കാണുമ്പോൾ ആ മനുഷ്യനുണ്ടാകുന്ന മാറ്റമാണിത്, സന്തോഷത്തിൻ്റെ മാറ്റമാണിത് തുഹ്ബറൂൻ എന്ന് പറയുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അത് ഒന്നത്. പിന്നെ ഉദ്ഖുലുൽ ജന്ന അൻതും വ അസ്വാജുക്കും. എന്താണ്? ആരാണ് ഈ അസ്വാജുക്കും എന്ന് പറയുന്നത്? അൻതും വ അസ്വാജുക്കും എന്ന് പറഞ്ഞില്ലേ, അതാരാ? ദുനിയാവിലില്ല നമ്മളെ ഭാര്യമാരാണോ അല്ലെങ്കിൽ ഭർത്താക്കന്മാരാണോ? അതല്ല പരലോകത്ത് വെച്ചിട്ട് പുതിയ വിവാഹം ചെയ്യാണോ? അതല്ല ദുനിയാവിലുള്ള കൂട്ടുകാരാണോ? എന്താണ് സംഗതി? 3 അഭിപ്രായമാണുള്ളത്. ഒന്ന്, ദുനിയാവിലുള്ള നമ്മുടെ ഇണകൾ വിശ്വാസികളാണെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യും? ആ സ്വർഗലോകത്തും ആ വിശ്വാസികളായ ഇണകൾ നമ്മോടൊപ്പം ഉണ്ടാകും. രണ്ടാമത്തെ ഒരു അഭിപ്രായം, നാളെ സ്വർഗലോകത്ത് ചെല്ലുമ്പോൾ അവിടെ ഹൂറുൽ ഐൻ എന്ന് പറയുന്ന ഒരു പ്രത്യേകം സ്ത്രീകളെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് സിവാജ് ചെയ്ത് കൊടുക്കും എന്നുള്ളതാണ്, ഇണകളാക്കി കൊടുക്കും എന്നുള്ളതാണ്. മൂന്നാമത്തത്, ദുനിയാവിൽ ഈ മനുഷ്യനോടൊപ്പം വിശ്വസിക്കുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്ത ആ പ്രവർത്തകരും വിശ്വാസികളുമായ ആ കൂട്ടുകാരെയാണ് ആ ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞ മുഫസ്സിറുകളെയും കാണാം. അപ്പം ഈ 3 അർത്ഥങ്ങളും ഉൾക്കൊള്ളുന്നതാണിത് സൗജി അസ്വാജി, ഇണകൾ കൂട്ടുകാരൻ എന്ന് 2 അർത്ഥമുണ്ട്. ഭാര്യയാണെങ്കിൽ ഭർത്താവ്, ഭർത്താവാണെങ്കിൽ ഭാര്യ. അപ്പം ആ ഇണകളെയും അല്ലാഹു തആല അവിടെ നമുക്ക് കൂട്ടിനായിട്ട് ഉണ്ടാകും എന്നുള്ളതാണ്. അത് ഉണ്ടാകുമ്പോൾ എന്ത് ഉണ്ടാവും? തുഹ്ബറൂൻ. തുഹ്ബറൂൻ എന്ന വാക്കിന് മുഫസ്സിറുകൾ ധാരാളം അർത്ഥം കൊടുത്ത് കാണാം. ഒന്ന്, തുക്രമൂൻ. എന്താ തുക്രമൂൻ എന്ന് പറഞ്ഞാൽ? ആദരിക്കപ്പെടും എന്നൊരർത്ഥം അല്ലേ? ആദരിക്കപ്പെടും. ഇത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞതാണ്, അൻഹുമ പറഞ്ഞതാണ്. പിന്നെ തഫ്രഹൂൻ എന്ന് പറഞ്ഞിടത്തോ അവിടെയും ഒരാഹ്ലാദമുണ്ട്, അത് മനസ്സിലുള്ള സന്തോഷമാണ്. മൂന്നാമത്തെ ഒരർത്ഥം തനഅമൂൻ. തനഅം ഒരു സുഖസൗകര്യമാണ്, മനുഷ്യൻ്റെ ശരീരത്തിനുണ്ടാകുന്ന സുഖസൗകര്യമാണ് തനഅമൂൻ എന്ന് പറയുന്നത്. നാലാമത്തെ തുസറൂൻ എന്ന് പറഞ്ഞാൽ കണ്ണിലുള്ള ആ സന്തോഷം, കൺകുളിർമ എന്നൊക്കെ നമ്മൾ പറയില്ലേ, അങ്ങനെ അർത്ഥം കൊടുത്തിട്ടുണ്ട്. അഞ്ചാമത്തെ തുഅജബൂൻ, അത് മനുഷ്യൻ കാണാത്ത എന്തെങ്കിലുമൊക്കെ അസാധാരണമായ ഒരു രംഗം മനുഷ്യന് സന്തോഷം ഉണ്ടാക്കുന്നത് കാണുമ്പോൾ ഉണ്ടാവുന്ന ആ അത്ഭുതം കൂറലിനാണ്, അങ്ങനെ പറഞ്ഞ ആളുകളുമുണ്ട്. പിന്നെ ഒരു കാര്യം നമുക്കിഷ്ടപ്പെട്ടതും ആഗ്രഹിച്ചതുമായ ഒരു കാര്യം നമ്മൾ കേൾക്കുമ്പോൾ നമ്മുടെ കാതുകൾക്കുണ്ടാകുന്ന ആനന്ദമാണ് തുഹ്ബറൂൻ എന്ന്. അപ്പം നോക്കി നിങ്ങൾ, ഈ അർത്ഥങ്ങൾ എന്തിനാ അപ്പം ഞാൻ അതൊക്കെ പറഞ്ഞത്? ഈ അർത്ഥങ്ങളൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു പദപ്രയോഗമാണിത് തുഹ്ബറൂൻ എന്നുള്ളത്. അപ്പോൾ ഒന്ന് വായിച്ചു നോക്കിയാൽ, ഉദ്ഖുലുൽ ജന്ന, അല്ലാഹു തആല പറയും നിങ്ങൾ ആ സ്വർഗത്തിലേക്ക് കടന്നു വരുവിൻ. അൻതും വ അസ്വാജുക്കും, നിങ്ങളും നിങ്ങളുടെ ഇണകളും അല്ലെങ്കിൽ നിങ്ങളും നിങ്ങളുടെ കൂട്ടുകാരും. തുഹ്ബറൂൻ, മലയാളത്തിൽ പറഞ്ഞിട്ടുള്ള ആഹ്ലാദഭരിതരായി
എന്നുള്ളതാണ്. സന്തോഷത്തോടു കൂടി നിങ്ങൾ കടന്നു വരുവീൻ എന്ന് പറയും എന്നുള്ള. എന്നിട്ട് ആ സ്വർഗത്തിൽ അവർക്ക് ലഭിക്കാൻ പോകുന്ന കുറേ അനുഗ്രഹങ്ങളുടെ കൂട്ടത്തിൽ ചില അനുഗ്രഹങ്ങൾ അവിടെ എടുത്തു പറയാൻ. യുത്താഫു അലൈഹിം, ആ അർത്ഥം പറഞ്ഞിട്ട് തീർക്കാൻ നമ്മൾ വിശദീകരിക്കാനൊന്നുമില്ല. യുത്താഫു അലൈഹിം ബിസ്ഹാഫിൻ മിൻ ദഹബിൻ, എന്താ അർത്ഥം? സ്വർണ്ണത്തളികകൾ അവർക്ക് ചുറ്റും ഇങ്ങനെ കൊണ്ട് നടക്കപ്പെടും. നമ്മളൊക്കെ കല്യാണ പാർട്ടി നടക്കൂലേ അല്ലേ? കല്യാണ പാർട്ടി വെക്കുമ്പോൾ ഞാനൊക്കെ വരുമ്പോൾ നിങ്ങൾ എന്ത് പ്ലേറ്റാണ് തരിക? കുറേ ആളുണ്ടാകുമ്പോൾ നിങ്ങൾ എന്ത് പ്ലേറ്റാണ് തരിക? ഇവ പേപ്പർ പ്ലേറ്റ് അല്ലേ? എന്നാൽ ഞാൻ എന്ന മന്ത്രി വരുമ്പോൾ നിങ്ങൾ എന്താ തരിക? അയാൾക്ക് നിങ്ങൾ ആ പേപ്പർ പ്ലേറ്റാണ് വെച്ച് കൊടുക്കുക? അല്ല, കുറച്ചുകൂടി കാറ്റഗറി കൂടിയേ കൊടുക്കും അല്ലേ? അതിനേക്കാൾ വലിയ ആൾ വരുമ്പോൾ അതിനേക്കാൾ കാറ്റഗറി കൂടും. അതേപോലെ ആലോചിച്ച് നോക്കും നിങ്ങൾ, അള്ളാഹു മുത്തക്കീങ്ങളായ ആ സ്വർഗലോകത്ത് വരുന്ന ആളുകൾക്ക് കൊടുക്കണ ഭക്ഷണത്തളിക സിഹാഫ്, അതേതാണ്? മിൻ ദഹബിൻ. സാധാരണ കാർഡ്ലാസ് പ്ലേറ്റാണ് കൊടുക്കണത്, വേസ്റ്റിക്കിടാൻ പറ്റിയല്ല. മിൻ ദഹബിൻ, ഏറ്റവും മൂല്യം കൂടിയ. നിങ്ങളിപ്പം ഇവിടുന്ന് ഇപ്പം ഞാൻ നിങ്ങളൊക്കെ ഉംറക്കോ, അപ്പം നമ്മളെവിടെ ഉണ്ടാവും? ഏത് ഹോട്ടലിലാണ് ഉണ്ടാവുക? എവിടെ അധികം നിൽക്കുക? സാധാരണ ഉള്ളൊരു ഹോട്ടൽ. എന്നാൽ ഞാനെന്ന മന്ത്രി പിന്നെ ഉംറക്ക് പോകുമ്പോൾ ഞാൻ എവിടേക്കാരം? സ്റ്റാർ. ആ സ്റ്റാർ ഹോട്ടലിൽ എന്തുണ്ടാവും? അവിടെ ഉപയോഗിക്കുന്ന സ്പൂണ് ഞാൻ ഉപയോഗിക്കുന്ന സ്പൂൺ പോലെ അല്ല, ആ കോല് ഞാൻ ഉപയോഗിക്കുന്ന പോലെ, ആ പ്ലേറ്റ് ഓരോന്നും വ്യത്യാസം ഉണ്ടാവും. ആ കസേര, ആ മേശ, ആ പിന്നെ സ്ഥലം എല്ലാം വ്യത്യാസം ഉണ്ടാവും. ഞാനവിടെ ഇരുന്നെടുത്താൽ മതി അല്ലേ? ഒക്കെ ഇങ്ങോട്ട് വരും. മറ്റേ ഞാനിങ്ങനെ എടുത്തുകൊണ്ട് വരേണ്ടി വരും ചിലപ്പോൾ. ആലോചിച്ച് നോക്കും നിങ്ങൾ, എന്തേ വ്യത്യാസം? ആളുകളുടെ കാറ്റഗറി അനുസരിച്ച് ദുനിയാവിൽ തന്നെ എന്തുണ്ട്? ഏറ്റവും വ്യത്യാസം വരും. എങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ആ അള്ളാഹുവിനെ സൂക്ഷിച്ച് അവൻ്റെ സമയമൊക്കെ റബ്ബിൻ്റെ ആ കൽപ്പനകളനുസരിച്ച് ജീവിച്ച് മുത്തക്കിയായി നാളെ സ്വർഗലോകത്തേക്കാട് പോരുമ്പോൾ അള്ളാഹു അവന് നൽകുന്ന ആദരവുകളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ ആദരവ് അവന് നൽകും. ഏറ്റവും വലിയ സ്റ്റാർ ഹോട്ടൽ അവിടെ ഉണ്ടാവും എന്നുള്ള. അതുകൊണ്ടാണ് യുത്താഫു അലൈഹിം ബിസ്ഹാഫിൻ മിൻ ദഹബ് വ അക്വാബിൻ, പാനപാത്രങ്ങളും കോപ്പകൾ. അതിനൊക്കെ ഒരുപാട് അർത്ഥം പറഞ്ഞ മുഫസ്സിറുണ്ട്, സമയം കുറേ വൈകും. വഫീഹാമ തസ്തഹീഹിൽ അംഫുസ്, അതെന്താ? ഒരു മനുഷ്യൻ്റെ മനസ്സെന്താണോ ഇച്ഛിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നത് അതൊക്കെ എവിടെ ഉണ്ട്? ആ സ്വർഗലോകത്തുണ്ട്. പറയേണ്ടിയില്ലല്ലോ, എന്താണോ നമ്മൾ ആഗ്രഹിക്കുന്നത് അതൊക്കെ അവിടെ ഉണ്ട്. വതലദുൽ അയ്ൻ, കണ്ണുകൾക്ക് ആനന്ദം നൽകുന്നതും അവിടെയുണ്ട്. അന്ന് വിശദീകരിക്കേണ്ടതില്ല. പിന്നെ വ അൻതും ഫീഹാ ഖാലിദൂൻ, സ്വർഗത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് ദുനിയാവും സ്വർഗവും തമ്മിലുള്ള. ദുനിയാവിൽ എല്ലാ അനുഗ്രഹവും കിട്ടിയാലും എന്തുണ്ടാവും? കുറച്ച് കഴിയുമ്പം ദുനിയാവിനെ പറ്റി പറയുന്നത് ഒരു കവിതയിൽ ഇങ്ങനെ പറയുന്നത്, അയാബന ആദം ലാ തഗറുക ആഫിയത്തുൻ അലൈക ഷാമിലത്തുൻ ഫൽ ഉംറു മഅദൂദു മാ അൻത ഇല്ലാ കസർഇൻ അൻഖു ഖുലറതഹു ബികുല്ലി ഷൈഇൻ മിനൽ ആഫാത്തി മഖ്സൂദു ഫഇൻ സലിംത മിനൽ ആഫാത്തി അജ്മഅഹ ഫഅൻത ഇൻദ കമാലിൽ അംരി മഹ്സൂദു. ആശയം എങ്ങനെയാണ്? ഓ മനുഷ്യപുത്ര, ദുനിയാവിൽ എല്ലാ ഷാമിലത്തായ എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു സുഖസൗകര്യം നിനക്ക് ഈ ദുനിയാവിൽ കിട്ടിയാലും ആയുസ് ക്ലിപ്തമാണ് കേട്ടോ, എണ്ണപ്പെട്ടതാണ്. അത് മനസ്സിലാക്കണം. നീ ഒരു കൃഷി പോലെയാണ്. ആ കൃഷിയിൽ എന്തുണ്ടാവും? അങ്ങനെ വളർന്ന് പച്ച പിടിച്ച് വരുമ്പം എല്ലാ ചെതലുകളും എന്താ പറയുക, വൈറസുകളും എന്താ അതിന് പറയാ, അതിന് ചുറ്റും വളരുന്നതിന് എന്താ പറയുക നിങ്ങൾ? കീടങ്ങളും ഇങ്ങനെ അതിൻ്റെ പിന്നാലെ കൂടും, അതിൻ്റെ ആ പച്ചപ്പ് കണ്ടിട്ട്. പക്ഷേ ആ പച്ചപ്പ്, ആ കീടങ്ങളിൽ നിന്നൊക്കെ ആ പഴം, ആ ആപ്പിൾ, അല്ലെ ഏതൊരു കൃഷിയാണോ ആ കൃഷി രക്ഷപ്പെട്ടാലും ആ കൃഷി അതിൻ്റെ ഉച്ചിയിലെത്തുമ്പോൾ കർഷകൻ മുറിച്ചു കൊണ്ടുപോകില്ലേ? ഇതേപോലെ ദുനിയാവിൽ നമ്മൾ എങ്ങനെ സുഖസൗകര്യത്തോട് ജീവിച്ചാലും പടച്ചോൻ നമ്മളെ എടുത്തു കൊണ്ടുപോവില്ലേ എന്നാണ് കവി ചോദിക്കുക. അപ്പം എന്തില്ല? ദുനിയാവിൽ നിത്യവാസം എന്ന് പറഞ്ഞത് എത്ര സുഖസൗകര്യമുണ്ട്. ദുനിയാവിൽ എന്തില്ല? നിത്യവാസമില്ല. നിത്യവാസം ഉള്ളതോടെയാണ് വ അൻതും ഫീഹാ ഖാലിദൂൻ, ആ സ്വർഗത്തിൽ മാത്രമാണ് ശാശ്വതത്വം, നിത്യവാസം എന്ന് പറയുന്നത് ഉള്ളത് എന്നതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കണം. മതി അല്ലേ? ആ ആയത്തൊന്ന് ഓതി വയ്ക്കാൻ നിങ്ങൾ. യാ ഇബാദി
സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.